ഹായ് ഫ്രണ്ട്സ്, നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അതായത് മുകളിൽ കണ്ട പോലെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു 3 സാധനങ്ങൾ അത് നമ്മൾ എന്താക്കാം, അവരോട് എടുക്കാൻ വേണ്ടി പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിവിടെ കന്നഡ വെക്കുന്നു, അതുപോലെ തന്നെ ഒരു പേഡ്സ് വെക്കുന്നു, ഒരു താക്കോൽ കൂടി വെക്കുന്നു. ഇങ്ങനെയുള്ളൊരു 3 സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കാം. എന്നിട്ട് അവരോട് പറയാം, ഈ 3 വസ്തുക്കളുടെ പേരും മനസ്സിലിങ്ങനെ വിചാരിക്കാൻ വേണ്ടി പറയാം. 3 സാധനങ്ങളുടെ പേര് മനസ്സിലിങ്ങനെ വിചാരിക്കാൻ വേണ്ടി പറയാം. അവർ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കാം, ഇവിടെ നമുക്കിഷ്ടമുള്ള, നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മൾ എഴുതാം. ഞാനിപ്പോൾ ഇവിടെ കന്നഡ എഴുതുകയാണ്. എന്നിട്ടിത് മടക്കി അവരുടെ കയ്യിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ വെച്ചാലും മതി, ഇവിടെ വെച്ചാലും മതി. എന്നിട്ട് അവരോട് പറയാം, അവരോടൊന്നും പറയാനില്ല, അവരോട് പറയാം നിങ്ങൾക്കിഷ്ടമുള്ള ഈ 3 സാധനത്തിൽ നിന്ന് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്നത് കന്നഡയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആദ്യം തന്നെ കന്നഡയാണ് അവർ സെലക്ട് ചെയ്താൽ അവരോട് പറയാം കന്നഡ മതി, വേറെ ഒന്നും വേണ്ട, ഇവിടെ പാഡ്സ് ഉണ്ട്, നല്ലൊരു താക്കോലുണ്ട്. അപ്പോൾ അവർ പറയും വേണ്ട, എനിക്ക് കന്നഡ തന്നെ മതി. എന്നാൽ കന്നഡ ആണ് അവരെടുത്തതെങ്കിൽ അവരോട് പറയാം നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാമായിരുന്നു, നിങ്ങൾ കന്നഡയെ എടുക്കുകയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അവരോട് തുറക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് അതിൽ കന്നഡ എന്ന് കാണും. മനസ്സിലായോ? അതിൽ കന്നഡ എന്ന് എഴുതിയിട്ട് കാണും. ഇനി അഥവാ അവർ കന്നഡ എടുത്തിട്ടില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഇതിവിടെയുണ്ട്, അവരെടുത്തത് പേഡ്സ് ആണ് എന്ന് വിചാരിക്കും. അവരോട് നാം പറയേണ്ടത് ഇങ്ങനെയാണ്, പറയേണ്ട വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സാധനം സെലക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ തരാൻ വേണ്ടി പറയണം. ഒരു സാധനം സെലക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ തരിക എന്നാണ് അവരോട് പറയേണ്ടത്. അല്ലാതെ ഇഷ്ടപ്പെട്ട സാധനം എടുക്കുക എന്ന് പറയാൻ പാടില്ല ഒരിക്കലും. എൻ്റെ ഒരു സാധനം എടുത്ത് എൻ്റെ കയ്യിൽ തരാൻ വേണ്ടി പറയണം. അങ്ങനെ അവർ പാഡ്സ് എടുത്തു. അപ്പോൾ അവരോട് പാഡ്സ് എടുത്തു. അപ്പം നമ്മൾ പറയാം പാഡ്സ് ആണല്ലോ വേണ്ടത്, നല്ലൊരു താക്കോലും ഉണ്ട് കന്നഡയും ഉണ്ട്, അത് വേണ്ട. എന്നിട്ട് അവരോട് പറയാം അത് വേണ്ടെങ്കിൽ വേണ്ട, ഈ പാഡ്സ് ഔട്ടായി എന്ന് പറയാം. എന്നിട്ട് അവരോട് പറയാം ഇനി 2 സാധനങ്ങൾ ഇവിടെയുണ്ട്. ഈ പാഡ്സ് അവരുടെ മുമ്പിൽ വെക്കരുത്, അത് എവിടെയെങ്കിലും നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുക. എന്നിട്ട് അവരോട് പറയാം ഈ പാഡ്സ് പോയിട്ടുണ്ട്, ഇനി ഇവിടെ 2 സാധനങ്ങളുണ്ട്, ഈ 2ൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ അവർ താക്കോൽ സെലക്ട് ചെയ്യും. താക്കോൽ സെലക്ട് ചെയ്താൽ നമ്മൾ പറയാം ഇവിടെ കന്നഡയുണ്ട്, താക്കോലും ഉണ്ട്, താക്കോൽ മതിയോ എന്ന് ചോദിക്കാം. അവർ താക്കോൽ മതി. എന്നാൽ താക്കോൽ നമ്മൾ വേറെ വെക്കാം. അപ്പോൾ ഇവിടെ കന്നഡ മാത്രമാണ് ബാക്കിയാവുന്നത്. ആ സമയത്ത് അവരോട് പറയാം എനിക്കറിയാമായിരുന്നു അവസാനം കന്നഡ മാത്രം ഇവിടെ ബാക്കിയാവുമെന്ന്, അതാണ് ഞാൻ അവിടെ നേരത്തെ എഴുതി വെച്ചത്. എന്നിട്ട് അവർക്ക് ഇത് കൊടുക്കാം. അവർ തുറന്നു നോക്കുമ്പോൾ ഇതിൽ കന്നഡ എന്ന് എഴുതിയിട്ട് കാണും. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ 3 സാധനങ്ങൾ ഇവിടെ വെച്ചു. ആദ്യം പേഡ്സ് എടുത്തു. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പറയേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം എടുത്ത് എൻ്റെ കയ്യിൽ തരാൻ വേണ്ടി പറയാം. അവർ എടുത്ത് പേഡ്സ് തരും. 2 എണ്ണം ഇവിടെ ബാക്കിയായി. ആ സമയത്ത് എന്താക്കാം, അവർ കന്നഡയാണ് എടുത്തതെങ്കിൽ 2 സാധനത്തിൽ നിന്ന് കന്നഡയാണ് എടുത്തതെങ്കിൽ നമുക്കറിയാം കന്നഡ മതിയല്ലേ, താക്കോൽ വേണ്ട, താക്കോൽ മാറ്റി വെക്കാം. നിങ്ങളൊരു കന്നഡ എടുക്കൂ എന്ന് എനിക്കറിയായിരുന്നു, അതാണ് ഞാൻ നേരത്തെ ഇവിടെ എഴുതി വെച്ചത് കന്നഡ എന്ന്. ഓക്കെ, ഇത് വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ കാണുന്ന സമയത്ത് കാണുന്നവർക്ക് വലിയ സംഭവമായിരിക്കും, പക്ഷേ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. എനിക്ക് വിളിച്ച് വീഡിയോ കോൾ ചെയ്തോ എങ്ങനെയെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ഉമ്മയോ ഉപ്പയോ അവരുടെ മുമ്പിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. നമുക്ക് പഠിക്കാനും കുറച്ചും കൂടി അനുയോജ്യം അതായിരിക്കും. ഒന്നും കൂടി കാണിച്ചു തരാം. 3 സാധനങ്ങൾ മുമ്പിൽ വെക്കുന്നു. ഇവിടെ നമ്മൾ ആവശ്യമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുക.
എന്നിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ വെക്കുക. അവരോട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറയാം. അവർ കന്നഡ സെലക്ട് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. മറ്റേതെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്താക്കാം, വാങ്ങി വെക്കുക. എന്നിട്ട് ബാക്കി രണ്ട് സാധനങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയാം. ആ സമയത്ത് അവർ പേഡ്സ് സെലക്ട് ചെയ്തു, ബാക്കി കന്നഡ മാത്രം. ആ സമയത്ത് പറയാം, എനിക്കറിയായിരുന്നു അവസാനം കന്നഡ മാത്രം ബാക്കിയാകുമെന്ന്. അവിടെ തുറന്നു നോക്കാൻ പറയാം. അപ്പോൾ ഇവിടെ കന്നഡ എന്ന് കാണും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. വേഗം വീഡിയോ എടുക്കുന്നത് വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായി ചോദിച്ച് പഠിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഓക്കെ.